ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മുത്തുമണീസ്, തിങ്കളാഴ്ച നിങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്കറിയാം. ഗിവ് അവേയിൽ ആർക്കാണ് മാക്സി കിട്ടിയതെന്ന് അറിയാൻ വേണ്ടല്ലേ. എല്ലാ ആഴ്ചയും നമ്മൾ ഗിവ് അവേ നടത്തുന്നുണ്ട്. അല്ലാതെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ സീസൺ ടൈമത്തോ ഒന്നുമല്ല, സീസൺ സമയത്തൊന്നുമല്ല. നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ഗിവ് അവേ നടത്തുന്നുണ്ടല്ലേ. അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ വീഡിയോന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കും, അതിനൊരു ആൻസർ തരിക. അവർക്ക് ബൈ കമ്പനി നമ്പറാണ് കൊടുക്കുക. നമ്പർ വെച്ചിട്ട് നമ്മൾ നറുക്കെടുക്കുന്നത്. 300 ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പോൾ നറുക്കെടുക്കുന്നത്. പിന്നെ അത് കൂടാതെ ഡ്രസ്സ് വാങ്ങിയവർക്ക്, ഡ്രസ്സ് എന്നല്ല കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയ ആളുകൾക്കും ഇതിന്റെ താഴെ കമന്റ് ഇടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാം. അങ്ങനെ കമന്റ് ഇടുന്ന ഈ 2 കൂട്ടർക്കും നമ്മൾ ബൈ കമന്റ് നമ്പർ കൊടുക്കും. അതിൽ നിന്നും ആഴ്ചയിൽ ഒരിക്കൽ ഒരാളെ വിന്നറായി പ്രഖ്യാപിക്കും. അവർക്കൊരു മാക്സി നമ്മൾ ഗിഫ്റ്റ് ആയി കൊടുക്കുകയാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കാതെ എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ നമ്പർ ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ടാ എന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരാൾ നറുക്കെടുക്കും. ഓക്കെ, ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആൾക്കാരുടെ നമ്പേഴ്സാണ് ഇതിലുള്ളത്. നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നിപ്പോ ഈ പറയുന്ന വീഡിയോന്റെ താഴെ മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള ആൾക്കാരുടെ ആണല്ലോ തിങ്കളാഴ്ച നമ്മൾ നറുക്കെടുക്കുക. അപ്പൊ നിങ്ങൾ ഇത്ര ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ഇന്ന് തന്നെ ചിലപ്പോൾ ഇതിന്റെ അടിയിൽ നമ്പർ തരണമെന്നില്ല. പക്ഷെ എന്തെന്നാണെങ്കിലും അടുത്ത തിങ്കളാഴ്ച ഗിവ് അവേന്റെ മുമ്പ് നമ്മൾ അവിടെ നമ്പർ ഫുള്ളാക്കും. നിങ്ങൾ 2-3 ദിവസം കഴിയുമ്പോൾ എന്താക്കുക, ഇന്നത്തെ ഞായർ തിങ്കളിലേക്ക് എന്തെന്നാണ് ബുധനാഴ്ചയൊക്കെ എന്തെന്നാണെങ്കിലും ഇന്നത്തെ വീഡിയോന്റെ അല്ലെങ്കിൽ നാളത്തെ വീഡിയോനൊക്കെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ഇതിൽ കമന്റ് എന്ന് പറയുക 1K കമന്റോ അല്ലെങ്കിൽ 400 കമന്റോ 100 കമന്റോ ഒന്നും വരുന്ന ഒരു വീഡിയോ ചാനലൊന്നല്ല. ഏറി വന്ന ഒരു 50 ആൾക്കാരുടെ കമന്റ്സേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കല്ലേ, നിങ്ങളുടെ മൊട്ടത്തല ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരേതാണെന്ന് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക്, ഞാൻ അങ്ങനെ ഓരോരുത്തർ നോക്കിയെടുക്കേണ്ടി നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പൊ എൻ്റെ ഫേസ് വെച്ച് ഷെമീസ് എന്നാണെങ്കിൽ അപ്പോൾ ആ വീഡിയോയുടെ താഴെ നിങ്ങൾ ഇങ്ങനെ തോന്നുമ്പോൾ നിങ്ങളുടെ തല കണ്ടുപിടിക്കുക വളരെ എളുപ്പമാണ്. 1 മിനിറ്റ് മതി ഒരാളുടെ കമന്റ് ഒരു വീഡിയോ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ. അത് നേരെ അതിന്റെ റിപ്ലൈ പോയി നോക്കിയാൽ നിങ്ങളുടെ നമ്പർ കാണും. അപ്പൊ ആ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളൊരു 3 ദിവസം കൊണ്ട്, ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ മെനക്കെട്ടാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 ദിവസം ഒന്നെങ്കിൽ ഗിവ് അവേ വരുന്ന വീഡിയോ വരുന്നതിന്റെ ഒരു വൈകുന്നേരത്തോ അല്ലെങ്കിൽ ഒരു 6-7 മണിക്കോ നിങ്ങളുടെ കമന്റ് നോക്കുക. അതിന്റെ താഴെ ഏതോ നമ്പർ വന്ന് നിങ്ങൾ ഈ ഒരു 7 നമ്പർ എത്ര വരെ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ, ഈ 7 ദിവസത്തെ 7 നമ്പറും 7 ദിവസം ഇട്ടവരാണെങ്കിൽ 7 ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വീഡിയോക്ക് താഴെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞെന്താ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞെന്താണ്. കാരണം നിങ്ങൾക്ക് സലീന ഷൗക്കത്ത് എന്നുള്ളത് നിങ്ങളതാണെന്നുള്ള നിങ്ങൾക്ക് അറിയില്ലേ. നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിച്ചു കൊടുക്കും. കാരണം ആകെ 30 ആൾക്കാരോ 40 ആൾക്കാരെ കമന്റ് നമ്മളതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഓരോ വീഡിയോന്റെ താഴെ കഴിഞ്ഞ മേലത്തെ ആഴ്ച മുതലേ നോക്കണ്ടല്ലോ, ഒരു തിങ്കളാഴ്ച മുതൽ ഇപ്പൊ ഇന്ന് മുതൽ അവർക്ക് നോക്കിയാൽ മതി അടുത്ത്. അപ്പൊ എന്റെ നമ്പറിന് താഴെ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇന്ന് തന്നെ കിട്ടില്ല, നാളെ തന്നെ കിട്ടില്ല, എന്തെന്നെ 2 ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു വീഡിയോക്ക് കമന്റ് നമ്മൾ ഫുള്ളാക്കി കൊടുക്കും. ഇവിടെ തിരക്കില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ അന്ന് തന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ട് ഓവറായിട്ട് അയക്കാനും പിടിക്കാനൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് റിപ്ലൈ. ചിലപ്പോൾ എങ്ങനെയാണ് ഇനി ഒക്കെ പോട്ടെ, ഞാൻ ഈ തിങ്കളാഴ്ച വൈകുന്നേരം നിങ്ങളൊന്ന് 10 മിനിറ്റ് മെനക്കെട്ടാൽ മതി അല്ലെ, മൊത്തം കണ്ടുപിടിക്കാൻ. ഓരോരുത്തർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഈ ഒരു റിസ്ക് എങ്കിലും നിങ്ങൾ എടുക്കുക. അല്ലാതെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ, ഒരുപാട് ടൈം എടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ. എന്നിട്ട് നമ്പർ നിങ്ങളൊന്ന് എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, ഏത് വീഡിയോ കാണാൻ ആ നമ്പർ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുക്കല്ലേ പറയാം. ഇത്രയും പറഞ്ഞു വെച്ചാൽ ആത്മാർത്ഥയോട് കൂടി നിങ്ങൾക്ക് സമ്മാനം തരാനുള്ള ആഗ്രഹം ഉണ്ടായത് കൊണ്ടാട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു പേരിൽ ഇത് കുലുക്കിയെടുത്ത് പോവാം. മനസ്സിലായോ? ഈ സംസാരിക്കുമ്പോൾ നല്ല എനർജി നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട്. ഒരാൾ എടുക്കാൻ പോവാണ്. ഒന്നുകിൽ ഇതിനു മുന്നേ വാങ്ങിയവർ കമന്റ് ഇട്ടവരിൽ ഒരാൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ എന്റെ വീഡിയോ ഒന്നും കാണുന്നുണ്ട്. അവരാണല്ലോ ഞാൻ വീഡിയോന്റെ ഇടയിലൊക്കെ ചോദിക്കുന്ന എന്തെങ്കിലും ഒരു ചോദ്യത്തിന് റിപ്ലൈ തന്നു പോവാം. അപ്പോൾ അവർക്ക് ഉള്ള ഗിഫ്റ്റ് എത്ര നമ്പറാണ് ഇപ്രാവശ്യം നിങ്ങളെ അധികം നമ്പർ കൊടുത്തിക്കണേ, ഞാനല്ല. ബൈ കമന്റ്സ് നമ്പർ കൊടുത്തിരിക്കുക, അതിൽ നിങ്ങൾ കറക്റ്റ് നോക്കി കൊടുത്തിട്ടുണ്ട്. ഞാനാകുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോക്ക് 30 വരെ എണ്ണം കൊടുക്കും, പിറ്റേ ദിവസം 50 മുതൽ കൊടുക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം ആൾ എന്തായാലും പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കുന്നു, സമയം എടുക്കൂല വിചാരിക്കുന്നു. അപ്പം നമ്പർ എടുത്തിട്ടാ, ഈ നമ്പർ എടുത്ത ശേഷം ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാ എന്തിനാ ഞാൻ പറഞ്ഞുതരാം.
113 പ്രാവശ്യത്തെ ഗിവ് അവേ കിട്ടിയിരിക്കുന്നത്. 113 എന്ന നമ്പർ കിട്ടിയാൽ വരിക 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 വരിക. ഇതെന്താ അറിയോ, ഇത് സമ്മാനം കിട്ടിയാലല്ല കേട്ടോ, ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ. നമ്പർ 126. ഇത് ഒന്ന് മുതൽ എഴുതി കാണിക്കണം എന്നുണ്ട്, പക്ഷെ അപ്പൊ നമുക്ക് സമയമില്ലല്ലോ. 246 കണ്ടല്ലോ. ഒരാളെ നമ്പർ നമ്മൾ ഇതില് എന്തില്ല ഇതിലിടാതെ നിൽക്കുന്നില്ല. 55. ഞാൻ പറഞ്ഞില്ലേ, അത്രയും ആൾക്കാരിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിൽ ഒരു നമ്പർ തന്നെ ഇട്ടുകൊണ്ടുള്ള പരിപാടിയോ ഒന്നുമല്ല. കുഴപ്പമില്ല, ലാസ്റ്റ് പഠിക്കിടാം. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പൂഴി. ഈ നമ്പർ ഏതായാലും 9 നമ്പർ കണ്ടോ. 9 കണ്ടു, 256 കണ്ടു. ഏതെങ്കിലും നമ്പർ റിപ്പീറ്റിംഗ് ഒക്കെ വന്നോ? ഇല്ലല്ലോ. 96. അപ്പൊ 1 മുതൽ എല്ലാവരും നമ്പറും നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഭാഗ്യം കിട്ടിയത് എന്നും കമന്റ് ഇട്ടോളൂ. എന്നാ വരികയെന്നല്ലോ, ഒരു സെക്കൻഡ് പോലും വേണ്ടാത്തൊരു കമന്റ്. 113. ഓക്കെ, കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാം. ഓക്കെ, ഇതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ് ഐറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, പകരം പക്ഷെ വേറെ കുറച്ച് ഡ്രസ് ഐറ്റംസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് വരുന്ന ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഫ്രോക്ക് മാക്സി വരുന്നുണ്ട്, ഗൗൺ മാക്സി വരുന്നുണ്ട്, കോട്ടൺ പുതിയ ഐറ്റംസ് വരുന്നുണ്ട്. അത് കൂടാതെ പിന്നെന്താ പറയാ, അൽഫയിൽ അടിപൊളി മൊഞ്ചൽ ഐറ്റംസ് വരുന്നുണ്ട്. ദുബായ് മാക്സി മോഡൽ റയോളിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ആഴ്ച കാണിക്കാൻ പോണ ഐറ്റംസ് പണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നേ ഉള്ളൂ, ഇന്ന് നൈറ്റ് കിട്ടുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അത് കൂടാതെ ഷെമീസ് ഹെർബൽസിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നതും കാണിച്ചു തരുന്നതും. ഷെമീസ് ഹെർബൽസിനെ പറ്റിയിട്ടാണ്. വയനാടൻ കുരുമുളക് 250 ഗ്രാമിന്റെ ഒരു പാക്കാണ്. 250 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 200 ഷെമീസ് ഹെർബൽസ്. ഓക്കെ, ഈ ഒരു ഐറ്റം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ വേണമെന്നുള്ള റമദാനൊക്കെ വരുന്നത്. നല്ല നാടൻ കുരുമുളകാണ്, നല്ല എരിവുള്ള കുരുമുളകാണ് കേട്ടോ. പിന്നെ ഷെമീസ് ഹെർബൽസിൽ കാപ്പിപ്പൊടി ഉണ്ട്. ഇത് 50 ഗ്രാമാണ്. 100 200 എത്ര വേണ്ട വെച്ചാൽ വാങ്ങാം. കാപ്പിപ്പൊടിക്ക് ഇപ്പൊ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. 130 നമ്മൾ 130 കാപ്പിപ്പൊടിക്ക് റേറ്റ് ഉണ്ട് അല്ലേ. ഇതിന് റേറ്റ് കുറഞ്ഞു, അതുകൊണ്ടാണ് 250. ഓക്കെ, ഇതിന് റേറ്റ് കുറഞ്ഞു, അതുകൊണ്ടാണ് 250 രൂപക്ക് 250 ഗ്രാം കിട്ടുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് 100 ഗ്രാമിന് 130 ആയിരുന്നു അല്ലേ. ഇപ്പൊ റേറ്റ് കാപ്പിപ്പൊടിക്ക് സെയിം റേറ്റ് തന്നെ. പ്രത്യേകം ഞാൻ പറയട്ടെ, എപ്പോഴും പറയുന്നത് തന്നെയാണ്, ശ്രദ്ധിക്കണം. ഇത് വെച്ചാൽ നാടൻ കാപ്പിപ്പൊടി. എന്താ ഈ നാടൻ കാപ്പിപ്പൊടി പറഞ്ഞാല്, ഇതൊരു പലചരക്ക് കടയൊന്നുമല്ല. നമ്മൾ ഹോൾസെയിൽ കാപ്പിപ്പൊടി വിൽക്കുന്നിടത്ത് പോയിട്ട് വിൽക്കാൻ വേണ്ടി 5 കിലോ 10 കിലോ അങ്ങനെയല്ല. ഇത് ശുദ്ധമായ കാപ്പിപ്പൊടിയാണ്. നാടൻ കാപ്പിപ്പൊടിക്ക് നല്ല റേറ്റ് ഇതിനേക്കാളുണ്ട്. നിങ്ങൾക്ക് വയനാടൻ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വയനാടൻ്റെ പിന്നെ ഇതേപോലത്തെ ഹെർബലിന്റെ വെബ്സൈറ്റിലൊക്കെ നല്ല റേറ്റാണ് കാപ്പിപ്പൊടിക്ക് വരുന്നത്. ഇത് വെറും കാപ്പി പരിപ്പ് മാത്രം നമ്മൾ തോട്ടത്തുനിന്ന് കൊണ്ടുവന്ന് കുത്തി പരിപ്പ് മാത്രം എടുത്ത് കാപ്പിപ്പൊടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കാപ്പിയുടെ എല്ലാ ഗുണങ്ങളും ഇതിൽ ഫുള്ളുണ്ട്. യാതൊരു കെമിക്കലോ അല്ലാതെ കുറേ അതിന്റെ തോല് ഉണക്കി പൊടിച്ച് ചേർത്തതോ ഒന്നുമില്ല. 30 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ എത്ര വേണ്ടെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് 250 ഗ്രാമിന് 250 രൂപയാണ് വരുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ലിപ് ബാം ഉണ്ട്. ലിപ് ബാമോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ കാച്ചെണ്ണ ഉണ്ടല്ലോ. ഇത് ഓൾറെഡി നമ്മളിപ്പോ ഒരു വർഷത്തോളമായി നമ്മളിപ്പോ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ബെസ്റ്റ് റിസൾട്ടാണ് എല്ലാവർക്കും. ഇവർ ചെയ്യുന്നത് തന്നെയാണ് ഇത്. ഈ ലിപ് ബാം ലോക്കൽ റേറ്റിൽ ചില വീട്ടമ്മമാര് സെയിൽ ചെയ്യുന്നുണ്ട്. 60 രൂപ 70 രൂപ 80 രൂപക്കൊക്കെ ലോക്കലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോമഡിയാണിത്. അതിന് മേലെ പല കമ്പനികളൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, മറ്റേ പെട്ടിക്കൂടൊക്കെ വെച്ചിട്ട് ഒരു തിളങ്ങുന്ന ബോക്സിലൊക്കെ വെച്ചിട്ട് ഇത്ര 20 ഗ്രാം തന്നെ ക്വാണ്ടിറ്റി ആയില്ലല്ലോ. 375-നും 240-നും 400-നും വെക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അതാണ് വേണ്ടത്, പെട്ടിയുടെ അട്രാക്ഷൻ. ഇതിന്റെ പുറത്ത് വല്ല ഐശ്വര്യറായോ അല്ലെ വേറെ ആരെങ്കിലും ഇരുന്ന് പോസ് ചെയ്ത്. പക്ഷെ ആക്ച്വലി ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ അല്ല. ഇത് ലിപ് ബാം നമ്മൾ ലിപ്സ്റ്റിക് ഒഴിവാക്കിയിട്ട് ലിപ് ബാം തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാല് ചുണ്ടിലേക്ക് ലിപ്സ്റ്റിക്കിന്റെ ആവശ്യം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കാരണം എന്താ, ചുണ്ടിന് നല്ല നിറം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില ആൾക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടുന്നോടോ താല്പര്യം. ലൈറ്റ് റോസ് ഞാൻ ഇട്ടിട്ടില്ല ഒന്നും അല്ലേ. ഞാൻ ആ ലിപ്സ്റ്റിക് ഇടാറ്. അതിന് വേണ്ടി എൻ്റെ മോള് ഇടാറ് ഇതേപോലെ കുറച്ച് റെഡ് കളറായിട്ട് അല്ലെങ്കിൽ ഒരു കറുപ്പ് പോലെയൊക്കെ തോന്നിക്കുന്ന സൈസ് എൻ്റെ മോള് ലിപ്സ്റ്റിക് ഇടാറ്. അപ്പോൾ ആ ഷെയ്ഡിലേക്ക് വരും ബീട്രൂട്ട് ലിപ് ബാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. റോസ് ലിപ് ബാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടിന് ഒരു റോസ് ഫ്ലവറിൻ്റെ ഒക്കെ കളർ കിട്ടണം.
അപ്പൊ ഇതൊരു മെഡിസിൻ ആണ് ആക്ച്വലി, അല്ലാണ്ട് പിന്നെ വെറുതെ നമ്മള് അപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് നിങ്ങൾക്ക് കടക്കുമ്പോൾ യൂസ് ചെയ്യാം, അല്ലാത്തപ്പോഴൊക്കെ ഈ ലിപ് ബാം യൂസ് ചെയ്യാം. പറയുമ്പോൾ ആളൊരു ചെറിയ സാധനം. പിന്നെ അത് കൂടാതെ ചില ആൾക്കാർക്ക് എപ്പോൾ നോക്കിയാലും ചുണ്ട് വരണ്ട് കൊണ്ടുണ്ടാവും. ഈ എൻ്റെ തല ചുണ്ട് അങ്ങനെയാ, എപ്പോൾ നോക്കിയാലും വേഗം കാണാം. നമ്മൾ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എപ്പോൾ നോക്കിയാലും ചുണ്ടിനുണ്ടാവാൻ. അവർക്കും വേറെ ഇത് മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അത് കൂടാതെ തന്നെ പൊട്ടുന്ന കുറേ ആൾക്കാരുണ്ട്, തണുപ്പ് വന്നാലും ചൂട് വന്നാലും. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പം ഇത് മെഡിസിൻ ആവണമെന്നുണ്ടെങ്കിൽ വെറും ബീട്രൂട്ടിൻ്റെ കുറച്ച് ചാറ് എന്ന് പറയുന്ന എസൻസ് ആണ് സംഭവം. പിന്നെ കുറച്ച് വാക്സ് എന്ന് പറഞ്ഞാൽ പലതരം വാക്സ് ചേർത്ത് കഴിഞ്ഞാലും ഇതിനെ ഈ രൂപത്തിലാക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ യഥാർത്ഥമായിട്ട് ഇതിലേക്ക് ബി വാക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പിന്നെ അതിനൊരു മെഡിസിൻ രൂപത്തിലാക്കിയാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഷെമീസിനെ വിശ്വസിക്കാം, ഇതിൽ യാതൊരു കെമിക്കലും ഇല്ല. ഇതിനെ എന്താ പറയുക, നാച്ചുറലായ ഐറ്റംസ് ചേർത്തുകൊണ്ട് തീർത്തും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള ലിപ് ബാം ഒറിജിനൽ ആണിത്. ഓക്കെ, ഇത് കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായിട്ടോ കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ എനിക്കിത് പറഞ്ഞു തന്നാലേ പറ്റൂ. പക്ഷെ ചില ആൾക്ക് ഷെമീസിന്റെ കയ്യിൽ 120 രൂപ, എൻ്റെ കയ്യിൽ 70 രൂപ, എൻ്റെ അയൽവാസിന്റെ കയ്യിൽ 80 രൂപ എന്നൊക്കെ പറഞ്ഞ് കുറേ വിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിലത്തെ ആമസോണത്തെ വേഗം കിട്ടാം. 375-ന്റെയും 560-ന്റെയും ഒക്കെ പോട്ടെ. ഇന്നലെ എൻ്റെ വീഡിയോ ഞാൻ വെറുതെ ജസ്റ്റ് കണ്ടോണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ലിപ് ബാമിന്റെ പരസ്യം എനിക്ക് വന്നത്. ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ എത്ര 999 999 അതിങ്ങനെ ഒരു കുങ്കുമത്തിന്റെ പോലെ, ഒരു നമ്മുടെ കുങ്കുമത്തിന്റെ ഇത് വാങ്ങുമ്പോൾ കിട്ടില്ലേ, അതുപോലത്തെ പാക്കറ്റിലൊക്കെയാണ്. ആ പാക്കറ്റിലല്ലല്ലോ കാര്യമുള്ളത്. അപ്പൊ പല റേറ്റും ഉണ്ട്. പക്ഷെ നിങ്ങൾ ചില നെഗറ്റീവ് ഓളുകൾ വേഗം കുറഞ്ഞത് പിടിച്ചിട്ട് വലിച്ചിടാനാണല്ലോ നോക്കുക. പല റേറ്റിലും ഉണ്ട്. നമ്മുടെ കയ്യിൽ അഫോർഡബിൾ റേറ്റ് ആണ്. റോസിന് വരുന്ന 150 രൂപ, 150 റുപ്പീസ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ. ആൻഡ് ബീട്രൂട്ട് ലിപ് ബാം 100 രൂപ, 120 ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ. ഇതിലൊക്കെ കൊറിയർ ചാർജ് 50 രൂപ വരും കേട്ടോ. അതിപ്പോൾ നിങ്ങൾ ഒന്നെടുത്താലും വരും. ഇത് 5 അല്ല 10 എടുത്താലും നിങ്ങൾക്ക് 50 രൂപ തന്നാൽ മതി. ഇതാണെങ്കിലും നിങ്ങൾക്ക് ഒരു 60 രൂപ കൊറിയർ ചാർജ് വരും. ഇനി 50 ഗ്രാം കാപ്പിപ്പൊടി ആണെങ്കിലും 50 രൂപ കൊറിയർ ചാർജ്. പക്ഷെ ഇതിൻ്റെ കൂടെ ഇത് അതൊക്കെ കൂടി എടുത്തു കഴിഞ്ഞാലും 50 രൂപയെ വരുള്ളൂ. പക്ഷെ പറയുന്ന ഒരു കടുകുമണി ആണെങ്കിൽ അയക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പിന്നെ നമ്മുടെ കയ്യിൽ മോയ്സ്ചറൈസിങ് ക്രീമുകൾ കുറച്ചുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് പപ്പായ ജെല്ലാണ്. ഈ പപ്പായ ജെല്ല് ഇത് 170 രൂപയുടെയും, ഇത് കുറച്ചും കൂടി ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാവോ? ഇത് പാചകമല്ലല്ലോ, എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. എന്നാലും ഇതിൽ കുറച്ച് എക്സ്ട്രാ ചേരുവകൾ സ്കിന്ന് ഗ്ലോ ആവാനും ഒക്കെ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് ഈ ഒരു ഇതിന് 200 രൂപയും ഈ ഒരു ഇതിന് 170 രൂപയാണ്. പപ്പായ ജെല്ലാണിത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ് മറുപടി മനസ്സിലാച്ചോ. ലിപ് ബാമിൻ്റെ അതേപോലെ തന്നെ റേറ്റിന്റെ കാര്യം കേട്ടോ. പിന്നെ ഇതിനാണ് ഞാൻ ഫസ്റ്റ് കുക്കുംബർ ജെല്ല് എന്ന് പറഞ്ഞത്, കറ്റാർവാഴ ജെല്ലിന്. അപ്പൊ ഇത് വന്നിട്ട് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലിന് 170 അല്ലേ, 170 രൂപ കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതാ ശംഖുപുഷ്പം ജെല്ലുണ്ട് 200 രൂപ. ക്യുക്കമ്പർ ജെല്ലുണ്ട് 200 അല്ലേ, 200 രൂപ. ഇനി പുതിയതായിട്ട് ഒരു ജെല്ലും കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോവാണ്. ഇതെല്ലാം തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയൂലെങ്കിൽ എനിക്ക് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് നെറ്റ് സെർച്ച് നോക്കിയാൽ തന്നെ കിട്ടും. ശംഖുപുഷ്പം എന്തൊക്കെയാണ് സ്കിന്നിൻ്റെ യൂസ് ചെയ്യുന്നത്. ശംഖുപുഷ്പം ഹെയറിൽ യൂസ് ചെയ്യാം, ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ക്യുക്കമ്പർ ജെല്ലുണ്ട്, പിന്നെ അലോവേര ഉണ്ട്, അലോവേരയും ഹെയറിൽ യൂസ് ചെയ്യാം. റോസ്മേരി ഓയിൽ ഓൺ ദ വേയിലാണ്, കൊണ്ടുവന്ന് തീർന്ന് കാണിക്കാനില്ല കേട്ടോ. പിന്നെ പുതിയതായിട്ട് വന്നത് ഓറഞ്ച് ലിപ്പം എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കൂടി വന്നിട്ടുണ്ട്. ഓറഞ്ചിന്റെ ഇത് വന്നിട്ടുണ്ട്, ജെല്ല് വന്നിട്ടുണ്ട്. 200 രൂപയാണ് ഓറഞ്ചിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതെല്ലാം തീർത്തും ഹോം മെയ്ഡ് ആണ്, നാച്ചുറൽ ആണ്. തട്ടിക്കുട്ടി ബിസിനസിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. കാരണം ഇത് ഫുൾ ഇനി പുതിയൊരു ഐറ്റം. ഇന്നലെ മമ്മൂനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്ത്, അത് ചിലപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ കമന്റ് സെക്ഷൻ ഓഫ് ആക്കും. കാരണം കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കമന്റ് ഓഫ് ആക്കും. ഇന്നലെ ഇപ്പോൾ ഒരു ഷർട്ട് ഇടാതെ ഒരു പെബിൾസ് ഓതുന്നതിനെ ഒന്ന് ബ്ലോക്ക് ആക്കി വെച്ച്. അതുപോലെ ചേച്ചിമാരൊക്കെയാണ് യൂട്യൂബ് എപ്പോൾ ഇട്ടാൽ മതി എന്നാൽ മതി. മോനായതുകൊണ്ട് കുട്ടികളാണെങ്കിൽ അങ്ങനെ അലൗട്ടില്ല. പക്ഷെ ഇന്നലെ ഓനെക്കൊണ്ട് പറയുമ്പോൾ ഇന്ന് മമ്മൂസിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്, ഇവരെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങാറ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി മോൾക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒറ്റ ടൈമിൽ പറയുകയാണെങ്കിൽ ക്യാരറ്റ് ഓയിലാണ്. ഓക്കെ, ഈ ക്യാരറ്റ് ഓയിലിൽ മെയിനായിട്ട് വേറെ 2-3 ഐറ്റം ചേർക്കുന്നുണ്ട്. മഞ്ഞൾ ശകല കസ്തൂരി മഞ്ഞളിൻ്റെ ഇത് കുറച്ച് ചേർക്കുന്നുള്ളൂ. അതുകൂടാതെ മഞ്ചിസ്റ്റർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്, പേര് എനിക്ക് കിട്ടുന്നില്ല, അതും ഇത് ഇൻക്ലൂഡ് ആണ് കേട്ടോ. ബെസ്റ്റ് റിസൾട്ടാണ്. കുട്ടികൾക്ക് നിറം വരാനും, നിറം വരുന്ന പോട്ടെ മേലൊക്കെ ഉണ്ടാവില്ല ഒരു റഫായിട്ട് വരും. ഈ കുട്ടികൾ ഷർട്ട് ഇടാതെ മണ്ണ് കളിച്ചിട്ടൊക്കെ മേലൊരു ഒരം വരും അല്ലേ, ആ ഒരം വരുന്നതിന് ഇത് ബെസ്റ്റാണ്. അതുപോലെ പെൺകുട്ടിയൊക്കെ തേച്ച് കൊടുക്കാനും ഇത് ബെസ്റ്റ്. വലിയവർക്ക് തേക്കാം, പക്ഷേ നമ്മൾ വലിയവരാരും തേച്ച് കണ്ടിട്ടില്ല, പിന്നെ എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇതൊന്ന് കുറക്കാൻ വേണ്ടി ഞാൻ നോക്കണേ. മോള് യൂസ് ചെയ്യുന്നുണ്ട്, മോളും ഫേസിലും കയ്യിലും മാത്രമേ യൂസ് ചെയ്യുന്നു. മമ്മൂസിന് മൊത്തം തേക്കുന്നുണ്ട്. ഇത് 200 ml വരുന്നത്. ഇതിൻ്റെ റേറ്റ് 650 രൂപയാണ്. 650. ഇതിൽ വേറെ 1-2 സാധനങ്ങൾ കൂടി ഉണ്ട്, പേര് ഞാൻ പറയൂല, കാരണം അത് പറയൂല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അത് ഇതിലുണ്ട് കേട്ടോ. ഇനി നമ്മൾ തുറമാൻ കാണിക്കാനുണ്ട് അല്ലേ. തുറമാങ്ങ റമദാനാണ് വരുന്ന മുത്തുമണികളെ. പൊൽച്ചക്ക് ഈ സാധനം കൂട്ടി ചോറ്, ഇതിൻ്റെ കൂടെ വേറെ സാധനം ചുണ്ടക്കായും കൂടി കിട്ടണം, നമുക്ക് കിട്ടിയില്ല. കാരണം ഈ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരു ചുണ്ടക്കായും അടയും കൂടി കൊണ്ടുവന്നാൽ ശരിയാവില്ല. അപ്പോൾ തുറമാങ്ങ ചെറിയ പേക്ക് കുറഞ്ഞ വിലേൻ്റെ അവിടെ ഉള്ളത് അല്ലേ, ഇതിൻ്റെ ചെറുതിൻ്റെ അല്ലേ. അപ്പോൾ 2-3 വിലേൻ്റെ തുറമാങ്ങ ഞാൻ കൊണ്ടുവന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് അടിക്കാൻ എല്ലാവർക്കും എന്താ താല്പര്യം. ഞാൻ അപ്പുറത്ത് ഇത്ര രൂപക്ക് വാങ്ങി, ഇപ്പുറത്ത് ആ ചെറുതൊന്നും ഇപ്പുറത്തുനിന്ന് അത്ര രൂപക്ക് വാങ്ങി. മുത്തുമണീസ് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ മാങ്ങ അപ്പം തന്നെ ഇട്ട് ഉണക്കി എടുക്കുന്നതിന് നിങ്ങളോട് 50 രൂപ വാങ്ങിയാലും കുഴപ്പമില്ല. നേരെ മറിച്ച് തുറമാങ്ങയുടെ രുചിയിൽ 1 കൊല്ലത്തോളം ഇത് വലിയ ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് വെളിച്ചം കാണിക്കാതെ ഒക്കെ ഇടുമ്പോൾ അതിന് ഹോം മെയ്ഡ് ആയിട്ട് ആ രീതിയിലേക്ക് ഒരു വേറെ റേറ്റ് വരും. ഇത് 300 രൂപയാണ്. 1/2 കിലോന്റെ പാക്കറ്റ് 300 രൂപയാണ്. ഓക്കെ, ഇതിന് ചെറുതുണ്ടായിരുന്നു 200 150 രൂപേൻ്റെ അല്ലേ, അത് കഴിഞ്ഞു. പക്ഷെ ഇത് വന്നിട്ട് ഓക്കെ ഇത് വെറും 70 രൂപ. ഇന്നത്തെ അതിൻ്റെ ചെറുതിന് നമ്മൾ 150, ഇരട്ടി വിലയായിരുന്നു. അപ്പം നമ്മൾ 2 വിലേൻ്റെ സാധനങ്ങളുണ്ട്. ഇതപ്പോൾ 70 രൂപക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു 3 മാങ്ങ ഉണ്ടാവും ഇതിൽ. എന്നാൽ ഇത് നല്ല ഇങ്ങനെ ആയതാണ് കേട്ടോ, കാമ്പുള്ള ടൈപ്പാണ്. അത് വാങ്ങിയാലും നിങ്ങൾക്ക് ഗൾഫിലൊക്കെ കൊടുത്തേക്കണം എന്നുള്ളവർ അത് വാങ്ങിക്കോളൂ. കേടാവാതെ 1 കൊല്ലത്തോളം തുറമാങ്ങ നിൽക്കും കേട്ടോ. ഇനി നമ്മുടെ എന്തെങ്കിലും ഐറ്റം കാണിക്കണ്ടോ? വേറെ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ, എല്ലാം ആയില്ലേ. എണ്ണേനെ പറ്റി ഒന്നും കൂടി പറയാല്ലേ. വേണ്ട, സോപ്പ് വേണ്ട. സോപ്പ് എടുക്കണം. വേണമെങ്കിൽ നമ്മളതിന് മഞ്ഞൾ സോപ്പും ഉണ്ട്, എടുക്കണമെന്നില്ല പറയാം. മഞ്ഞൾ സോപ്പ് ഉണ്ട്, അലോവേരൻ്റെ സോപ്പ് ഉണ്ട്, പിന്നെ ഇതൊക്കെ ഉള്ളത് ചാർക്കോൾ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ഷാമ്പു ബാർ സോപ്പും അവൈലബിൾ ആണ് കേട്ടോ. ഇത് കാച്ചെണ്ണയാണ്, തീർത്ത് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടാവും. തലമുടിക്ക് ബെസ്റ്റാണ്. മുടി വളരാൻ, നല്ല താരം പോവാനും ഉള്ളു വരാൻ വേണ്ടിയിട്ടും കറുപ്പ് കളർ വരാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. ഏജ് ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എന്നൊന്നുമില്ല, ആർക്ക് യൂസ് ചെയ്യാം. ഇത് 200 ml 390 വില വരുന്നത്. വലിയ ബോട്ടിലും ഇവിടെ അവൈലബിൾ ആണ്. ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്നവർ വലിയ ബോട്ടിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ഷെമീസ് ഹെർബൽസിൽ അവൈലബിൾ ആണ്. ഇനി പിന്നെ ഞാൻ ഇതിന് ശേഷമാണോ ഇതിന് മുന്നേ ആണോ ഇതിന് ശേഷമാ അതാ നല്ലത് വരുന്ന ഐറ്റംസിൻ്റെ കളക്ഷൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം, ഏതൊക്കെ മോഡൽസാണ് വരുന്നത് എന്നുള്ളത്. ഈ മോഡൽ വരുന്ന റയോൺ മാക്സി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ 60 കംപ്ലീറ്റ് ലൈസ് ഉള്ളത് സ്റ്റോക്ക് തീർന്നു. 56 ഇതേപോലെ ലൈസ് വരുന്ന ടൈപ്പ് ദുബായ് മോഡൽ റയോൺ മാക്സി ആയിട്ട് വരുന്നുണ്ട്. അല്ലാത്തത് 60 ലെങ്ത്ത് 50 ചെസ്റ്റും വേണ്ടവർക്ക് ഈ ലൈസ് ഇല്ലാത്ത രീതിയിൽ റയോൺ മാക്സിൽ വരുന്നുണ്ട്. നല്ല മൊഞ്ചതി കളക്ഷൻസാണ്. ഓക്കെ, അതായത് 56 ലെങ്ത്ത് 44 ചെസ്റ്റ് കൊടുത്തിന് ഈ സെയിം കാണിച്ച ലൈസ് ഉള്ളതുണ്ട്. പക്ഷേ 50 ചെസ്റ്റ് കൊടുത്ത് 60 ലെങ്ത്തിന് ലേസ് വരുന്നില്ല. സെയിം സാധനം തന്നെ റയോണിൽ വരുന്നുണ്ട് കേട്ടോ. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഇതിൻ്റെ ലേസ് വരുന്ന മാക്സിക്ക് 580 600 ആ റേറ്റൊക്കെ വരുന്നത് കേട്ടോ. ഈ കറക്റ്റ് ഒരു ഓർമ്മ കിട്ടുന്നില്ല. 600 രൂപയാണ് ശരിയാണ്. ലേസ് ടൈപ്പ് ദുബായ് മാക്സിക്ക് 600 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യുക. അല്ലെങ്കിൽ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഓപ്പൺ വീഡിയോ ഇൻഷാല്ലാ ഉടനെ നാളെയോ മറ്റന്നാളൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അടിപൊളി പുതിയ ഇപ്പോൾ പെരുന്നാൾ കളക്ഷൻസ് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അല്ലാതെ പിന്നെ ഇതല്ല, ഞാൻ ഇന്നലത്തെ വീഡിയോയിലിട്ട് പറഞ്ഞു ഇനി വരുന്ന കളക്ഷൻസ് എല്ലാം റംസാൻ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് കോട്ടൺ ആണ്. ഓക്കെ, ഇപ്പോൾ തൊട്ടം കണ്ട അൽഫൈനാണ് കേട്ടോ. തൊട്ട മുന്നേ കണ്ട അൽഫൈനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ 56 60 ഉണ്ട്. ഇത് കമ്പനി കോട്ടൺ ആണ്. നമ്മൾ 280 320 അല്ല, 420 450 റേറ്റ് വരുന്നതാണ്. ഇത് 60 ഉണ്ട് 56 ഉണ്ട് കേട്ടോ.
പിന്നെ ഒരു കിടുക്കാച്ചി ഐറ്റം, ഇതുവരെ നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഈ ഒരു ഫോട്ടോസാണ് നമ്മൾ ഷെയർ ചെയ്ത്. ഇതിൽ തന്നെ ഇപ്പോൾ ഏകദേശം 10 എനിക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഇത് ക്യാമറ കോട്ടണിലാണ്, അതുകൊണ്ട് ചുരുങ്ങുകയൊന്നുമില്ല. അപ്പോൾ റയോണിൻ്റെ ചുരുങ്ങുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് പക്ഷേ 56 ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്, ഡബിൾ എക്സൽ വീതിയിലിട്ടോ. ഇപ്പം ഇറങ്ങിയൊരു മോഡലാണ്, അതായത് ഇലാസ്റ്റിക് ഗൗൺ മാക്സിയും താഴെ ഫ്രോക്ക് മാക്സിയും രണ്ടും കൂടി മിക്സിങ് ആയിട്ട് വന്നില്ല. അത് കോട്ടണിൽ കിട്ടുന്ന ആദ്യമായിട്ട് നമുക്ക് റയോണിൽ എനിക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ക്യാമറിക് കോട്ടൺ എന്ന് പറയും, റിച്ച് കോട്ടൺ, കുറച്ചുകൂടി കോട്ടണിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്. 3 കളക്ഷൻസ് ഈ ഒരു മാസം വരുന്നുണ്ട് കേട്ടോ. റമദാനായി, റമദാൻ ആവാനായി, കഷ്ടി ഒരു മാസം കൂടിയേ ഉള്ളൂ അല്ലേ? ഒരു മാസം തന്നെ ഉള്ളൂ അല്ലേ? 16-ാം തീയതി ആകുമ്പോഴത്തേക്ക് ആവില്ല, ഇനി ഒരു മാസം 1.5 മാസം തന്നെ ഉള്ളൂ. അപ്പം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, അപ്പം വാങ്ങിച്ചോളൂ. പിന്നെന്തോ വേറെന്തോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെച്ചു. ഗിവവേൻ്റെ ചോദ്യം ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞു പോയിക്കോളട്ടെ, വേറെ ഒന്നും പറയണ്ട. ഇന്ന് പകരൊക്കെ പോട്ടെ. പിന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം പറഞ്ഞു വെച്ചോ. എങ്ങനെയെങ്കിലും നെയ്റ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ലെക്ക് വീകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിപ്പോലും എഴുതി കഴിഞ്ഞില്ല. പിന്നെ ഓളപ്പോൾ ഇഷ്ടപ്പെടാന് ഏതാ സാധനം ഞാൻ പറഞ്ഞേട്ടാ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് മാത്രം ഒന്ന് പറയും. കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ അല്ലേ? പണ്ടത്തെ പോലെ കേൾക്കുമ്പോൾ ഒരു രസം, രോമാഞ്ചക്കല്ലേ. എന്നെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് കമന്റ് ഇട്ടോളി. ഇതൊക്കെ ഒന്ന് വാങ്ങി നോക്കിട്ടോ. എത്ര പൈസ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചിലവാക്കുന്നതിൻ്റെ മുന്നേ മക്കളെ. ആക്ച്വലി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇപ്പോൾ കുട്ടികൾ നല്ല പണ്ടൊക്കെ നമ്മളെ ഏജിൽ ഇതൊക്കെ ചെയ്യാൻ മടിയായിരുന്നു. ഉമ്മാര് നമ്മളെ ബേക്കിൽ ഇറക്കേണ്ടിയിരുന്നു. എണ്ണ തേക്ക്, മുഖത്തിത് തേക്ക്, അല്ലെങ്കിൽ ക്യാരറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നിതൊന്നും തേച്ചോക്കോ മോളെ. ഇപ്പൊ പക്ഷെ ആ മക്കൾ അങ്ങനെയല്ല. മക്കൾ ഇപ്പൊ ഏതായാലും ഇങ്ങനത്തൊക്കെ മക്കൾ നല്ലോണം നോക്കണ്ട. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10-35 വയസ്സായി നമ്മളൊക്കെയാണ് മൈൻഡ് ആക്കാത്ത. ശരിക്കും നമ്മളെന്താ 35-40-50 വയസ്സൊന്നും പ്രായമൊന്നും ആയിട്ടില്ല ഇപ്പോഴത്തെ ജനറേഷനിൽ, അങ്ങനെയാണ്. അപ്പൊ നമ്മളപ്പത്തേക്ക് ഇവരൊക്കെ വലുതാകുമ്പോഴത്തേക്ക് ഇവരെ കൂടെ ചുക്കി ചൊളിഞ്ഞ് നടക്കണം. അപ്പൊ നമ്മളും എന്താക്കുക, ട്രൈ ചെയ്യുക. ഒന്നൊരു 5 മിനിറ്റ് മതി. നൈറ്റോ ഇനി പകല് വേണമെന്നില്ല, കിടക്കാൻ നേരത്തോ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് ഇതൊക്കെ ഒന്ന് കയ്യിലും കാലിലൊക്കെ തേച്ചൊക്കെ ഒരു 200 രൂപ ഇപ്പോൾ വലിയ വിലയാണോ? ഒന്ന് വാങ്ങി നോക്കിയാൽ അതുപോലെ ചുണ്ട്, അതിനിപ്പോൾ ചുണ്ട് ചോക്കായിട്ടാന്ന് പറയും. ചുണ്ട് ചോക്ക എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇട്ട് ചോപ്പിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചുണ്ടോ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഈ എണ്ണ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ മുടി തൊയ്യുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ തൊയ്യുക, നാളെ താരം വരാം, നാളെ മുടിക്ക് എന്തെങ്കിലും സംഭവിക്കാം. ഇപ്പോഴേ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഹെൽത്തിന് നമ്മൾ നോക്കുന്നതിൽ അതൊരു ആർഭാടോ അല്ലെ ഒരു ദൂർത്തോ അത് വേറൊന്നുമല്ല. നമ്മുടെ ശരീരത്തിൽ നോക്കുന്നത്. ഇനി പർദ്ദയും മുറുകിയിടുന്ന ആൾക്കാരോടാ പറഞ്ഞത്, എന്തേ നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല. കാരണം ഇത് പൊട്ടിയിടലല്ലോ. നമുക്ക് അള്ളാഹു തന്ന സ്കിന്നിനെ സംരക്ഷിക്കുക. കാരണം എത്ര നമ്മുടെ എന്താ പറയാ അറ്റ്മോസ്ഫിയർ അല്ലെ, നമ്മുടെ എന്താ അതിന് മാത്രം ഇംഗ്ലീഷ് മലയാളം കിട്ടാത്ര അന്തരീക്ഷം അല്ലേ? അല്ലെങ്കിൽ മലയാളം വായിൽ വരുള്ളൂ. ഈ ഫുള്ള് ഇതാണ്. ഫുള്ള് എന്താ പറയുക, നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് ബാക്ടീരിയകളും കാര്യങ്ങളും വന്ന് നമ്മുടെ സ്കിന്നൊക്കെ. അപ്പൊ ഇപ്പൊ അൽഹംദുലില്ലാ പണ്ടത്തെ പോലെ വാങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ പോസ്റ്റ് മാൻ കൊണ്ടുത്തരും. ഒരു 7 ദിവസങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾ കയ്യിൽ കിട്ടും സാധനം, ആരും അറിയൂല. ഓക്കെ, അപ്പം ഞാനിന്ന് തള്ളി മറിക്കൽ നിർത്തുകയാണ്. കാരണം വീഡിയോ കുറി എടുക്കാണ്ടില്ല, എന്നൊരു കുറിയും കൂടി എടുക്കാണ്ട് പുലിയോട് പുലിയോട് എന്താ താത്ത കുറി എടുക്കാത്തത് വെച്ചിട്ട് പോട്ടെ. മറക്കണ്ട, ഐ ലവ് യു എന്നല്ല കേട്ടോ, ഐ ലൈക്ക് യു. എനിക്ക് ഇഷ്ടമാണ്, അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.